نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടവും ആദരവും നമ്മൾക്ക് അള്ളാഹുവിനോടാണ്. ആ അള്ളാഹു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ ഒരുപാട് ഉത്തരങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായേക്കാം. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കളുണ്ട്. നമ്മൾക്കൊരുപാട് കാലത്തിന് ശേഷമാണ് മക്കളുണ്ടായതെങ്കിൽ ആ കുട്ടിയടക്കം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ കടങ്ങളിൽ നിന്ന് കടങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അതിജയിച്ചു വന്ന് നമ്മൾ നേടിയെടുത്ത സമ്പത്തും നീതിയോടുകൂടി പടവെട്ടിയെടുത്ത നമ്മൾക്കുള്ള സമ്പത്തുമൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. എന്നാൽ അള്ളാഹു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മാതാപിതാക്കളും കുടുംബത്തെക്കാളുമൊക്കെ അപ്പുറം നമ്മൾക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇഷ്ടപ്പെടേണ്ടത്, ആദരവ് ആദരിക്കപ്പെടേണ്ടത്, പരിഗണന പരിഗണിക്കപ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്നത്? അതിനു കാരണം അത്രയും സവിശേഷതയും പവിത്രതയുമാണ് പ്രവാചകനെക്കുറിച്ച് അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നൂറുകണക്കിന് സവിശേഷതകൾ പ്രവാചകനുമായി പറഞ്ഞതിൽ നിന്ന് വളരെ ചുരുങ്ങിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്. അതിലേറ്റവും ഒന്നാമത്തേത് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ പ്രവാചകനാണ് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ ഈ ദുനിയാവിലേക്ക് അയച്ചപ്പോൾ ഓരോ പ്രവാചകനും നിശ്ചിതമായൊരു കാലയളവ് അല്ലാഹു നിശ്ചയിച്ചു. ഓരോ ജനവിഭാഗത്തെയും അല്ലാഹു കൊടുത്തു. അവർക്ക് ദഅവത്ത് എത്തിക്കുക എന്നതാണ് ആ പ്രവാചകന്റെ ദൗത്യം. അതിനെക്കുറിച്ചാണ് ആ പ്രവാചകന്മാരോട് അല്ലാഹു പരലോകത്ത് ചോദിക്കുക. നൂഹ് നബിക്കൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തെക്കുറിച്ച് മാത്രമാണ് നൂഹ് നബിയോട് ചോദിക്കുക. നൂഹ് നബിയുടെ മരണം വരെ ഉള്ളൂ അത്. ഓരോ പ്രവാചകന്മാർക്കും അവരുടെ മരണം വരെയാണ് അല്ലാഹു പ്രബോധന പ്രവർത്തനമായി നിശ്ചയിച്ചത്. അവർക്കുള്ള പ്രവാചകന്മാരാണ് അവരെല്ലാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിശ്ചിത കാലയളവ് വരെയുള്ള ജനവിഭാഗത്തിനുള്ളതല്ല. കാഫത്തൽ ലിന്നാസ്, അന്ത്യനാള് വരെയുള്ള ജനവിഭാഗത്തിനുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാൾ വരെയുള്ളവർക്കുള്ള പ്രവാചകനാണ്, ഒരു നിശ്ചിത കാലയളവല്ല. ആ മനുഷ്യരിൽ ആദം നബി മുതൽ
അവസാനത്തെ മനുഷ്യൻ വരെയുള്ള ജനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് അന സയ്യിദു വുലിദ ആദം യൗമൽ ഖിയാമ. അള്ളാഹു എനിക്ക് നൽകിയ പദവി പ്രവാചകൻ പഠിപ്പിക്കാൻ, നാളെ പരലോകത്ത് ആദമിന്റെ മക്കളിലെ നേതാവായി അള്ളാഹു എന്നെയാണ് തെരഞ്ഞെടുത്തത്, ഇമാമായി സയ്യിദായി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും നേതാവായി അള്ളാഹു തെരഞ്ഞെടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പ്രവാചകന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് പറയുന്നിടത്ത് ഇങ്ങനൊരു പ്രയോഗം കാണാം. വഖദ് ഇത്തഫഖൽ മുസ്ലിമൂൻ, മുസ്ലിം ലോകത്തിന് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഅ്ലമു ഖൽഖി ജാഹൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി പ്രവാചകനാണ്. ലാ ജാഹ ലി മഖ്ലൂഖിൻ അഅ്ലമു മിൻ ജാഹിഹി, പ്രവാചകന്റെ അത്ര ശ്രേഷ്ഠതയുള്ള ഒരാളും അള്ളാഹുവിന്റെ പക്കൽ മറ്റൊരാളുമില്ല എന്നതാണ്. ഇതാണ് പ്രവാചകനെ കുറിച്ച് ആദ്യമായി പ്രധാനമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് ഒരുപാട് സൃഷ്ടിജാലങ്ങളുണ്ട്, കോടിക്കണക്കിന് സസ്യലതാദികൾ, ജന്തു മൃഗങ്ങൾ, ഒരുപാട് വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത അള്ളാഹു മനുഷ്യന് നൽകി. വലഖദ് കറംനാ ബനി ആദം, ജന്തുജാലങ്ങളെക്കാളും സസ്യലതാദികളെക്കാളും ശ്രേഷ്ഠത മനുഷ്യൻ അള്ളാഹു നൽകി. ഇനി ആ മനുഷ്യരിൽ ആരാണ് ശ്രേഷ്ഠർ? അൽ അംബിയാ സുമ്മല്ലദീന മഅഹും, ആരാണ് മനുഷ്യരിൽ ശ്രേഷ്ഠർ? അത് അംബിയാക്കന്മാരാണ്. പിന്നെയോ സുമ്മൽ അംസാൽ സുമ്മൽ അംസാൽ, ആ അംബിയാക്കന്മാരുടെ താവഴിയാണ്. ശരി, ആ അംബിയാക്കന്മാരിൽ ആരാണ് ശ്രേഷ്ഠർ? അവരാണ് ഉലിൽ അസ്മിലെ പ്രവാചകന്മാർ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ ഉൽ അസ്മിൽ പെട്ടവരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇസ്ലാമികമായി പ്രവാചകൻ പറഞ്ഞ വാക്ക്, അള്ളാഹു പറഞ്ഞ വാക്ക്, വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ. പ്രവാചകരെ, അള്ളാഹു ബാക്കിയുള്ള എല്ലാവരെക്കാളും കൂടുതൽ ശ്രേഷ്ഠത, അമ്പിയാക്കന്മാരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത, ലോകത്തുള്ള മുഴുവൻ ജിന്ന് വർഗത്തെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത പ്രവാചകരെ അള്ളാഹു താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട് പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിൽ. നമ്മൾക്ക് വായിച്ചാൽ എന്തിനാണ് അള്ളാഹു ഇത് നമ്മൾക്ക് പറഞ്ഞു തന്നത് എന്ന് തോന്നിപ്പിക്കുമാറ് അത്ഭുതകരമായ വാക്കാണ്. അത് ഇപ്രകാരമാണ്: അള്ളാഹു ലോകത്തുള്ള മറ്റുള്ള പ്രവാചകനല്ലാത്ത മുഴുവൻ അമ്പിയാക്കന്മാരെയും അള്ളാഹു വിളിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്. അവരോട് അള്ളാഹു നടത്തുന്ന, അവരിൽ നിന്ന് വാങ്ങുന്ന കരാറാണ്. ആ കരാർ ഇതാണ്: അള്ളാഹു മുമ്പുള്ള മുഴുവൻ നബിമാർക്കും അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്, അവർക്കൊരു നിർദ്ദേശമാണ്. എന്താണ്? ലമ്മാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, ഞാനിതാ ഇന്ന് നിങ്ങൾക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശവും നൽകിയിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരെയും വിളിച്ചല്ല പറയാൻ, നിങ്ങൾക്ക് ഞാൻ വേദഗ്രന്ഥം നൽകി, ഇസ്ലാം എന്ന ഹിക്മത്തും നൽകി. ഇനി അടുത്ത വാക്കാണ് സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൽ ലിമാ മഅകും, ഇനി നിങ്ങൾക്ക് ശേഷം സത്യസന്ധനായ ഒരു പ്രവാചകൻ വരും, അഥവാ മുഹമ്മദ് നബി വരും. അങ്ങനെ വന്നാൽ, അള്ളാഹുവിന്റെ വാക്കാട്ടോ, അമ്പിയാക്കന്മാരുള്ള വാക്കാൻ, നിങ്ങൾ ജീവിച്ചിരിക്കെ, നിങ്ങൾ തൗറാത്തുമായി ഇഞ്ചീലുമായി സബൂറുമായി ജീവിച്ചിരിക്കെ, നിങ്ങൾ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കെ നിങ്ങളിലേക്കാണ് മുഹമ്മദ് നബി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യമാണ് ചെയ്യാനുള്ളത്. ലതുഅ്മിനുന്ന ബിഹി, നിങ്ങൾ അതോടുകൂടി ആ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം. വലതൻസുറുന്നഹു, പിന്നീട് മുഹമ്മദ് നബിയെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ ഉൾപ്പെടേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക്, പിന്നെ അവിടെയുള്ള പ്രവാചകൻ നബിയായിരിക്കും, നബിയെ പിൻപറ്റലായിരിക്കും ബാക്കിയുള്ള മുഴുവൻ അമ്പിയാക്കന്മാരുടെയും ജോലി. സഹോദരങ്ങളെ, ഇതിനേക്കാൾ വലിയ സവിശേഷത പ്രവാചകന് മറ്റെന്താണ് ലഭിക്കാനുള്ളത്? അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് എന്നത് 1-ാമത്തെ സവിശേഷതയായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? നമ്മൾക്കറിയാം, റസൂലുള്ളയാണ്.
ഏറ്റവും കൂടുതൽ പ്രവാചകന്റെ വിവാഹം, പ്രവാചകന്റെ സാമ്പത്തികം, പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ രഹസ്യവും പരസ്യവും അങ്ങാടികളിലും കവലകളിലും ആളുകൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അത്ഭുതം എന്തെന്നറിയുമോ സഹോദരങ്ങളെ? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പിൻപറ്റുന്ന വ്യക്തി ആരാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നും പിൻപറ്റുന്ന വ്യക്തി ആരാണ്? അതും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് അല്ലാഹു നൽകിയ സവിശേഷതയാണ്. ഏത് സവിശേഷത? വറഫഅനാ ലക ദിക്റക്. പ്രവാചകരെ, ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും താങ്കളുടെ കീർത്തനം, താങ്കളുടെ പ്രകീർത്തി ഉയർന്നുകൊണ്ടേയിരിക്കും. നോക്കൂ നിങ്ങൾ, ഓരോ സുബഹിക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ ആളുകൾ പള്ളിയിലേക്ക് പോകുന്ന ആരെ പിൻപറ്റിയിട്ടാണ്? നമ്മൾ കാണാത്ത നബിയെ. നമ്മുടെ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലേക്ക് വരുന്നത് ആരെ പിൻപറ്റിയിട്ടാണ്? റസൂലുള്ളാഹിയുടെ വാക്ക് പിൻപറ്റിയിട്ടാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക രംഗത്ത് കണിശത ഏർപ്പെടുത്തുന്നത് ആരെ പിൻപറ്റിയിട്ടാണ്? റസൂലുള്ളാഹിയെ പിൻപറ്റിയിട്ടാണ്. നിക്കാഹിന്റെ ചടങ്ങുകൾ, ജനിക്കുന്ന ചടങ്ങുകൾ, ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നബി എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ച് അനുസരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും ഈ ദുനിയാവിൽ ജീവിക്കുന്നു. അവർക്കിടയിൽ എത്ര ആരോപണം വന്നാലും അള്ളാഹുവിന്റെ വാക്ക് വറഫഅനാ ലക ദിക്റക്. നോക്കൂ നിങ്ങൾ, ഓരോ വിഷയം വരുമ്പോഴും, വഖഫ് വരുമ്പോൾ പ്രവാചകന്റെ വാക്കാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നടിമാരുടെ വിഷയം വരുമ്പോൾ പ്രവാചകന്റെ വാക്കാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതാ ഏതെങ്കിലും കള്ളക്കടത്തിന് വേണ്ടി എയർപോർട്ടുകൾ അതിന്റെ ഇടിമുറിയാക്കി എന്ന് പറയുമ്പോഴും അവിടെയും പറയാനുള്ളത് പ്രവാചകന്റെ വാക്കുകളാണ്. എന്തൊക്കെ ജിഹാദ് വന്നാലും അവിടെയും അങ്ങാടിയിൽ കേൾക്കുന്ന പ്രവാചകന്റെ വാക്കാണ്, അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. വറഫഅനാ ലക ദിക്റക്. പ്രവാചകരെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താങ്കളുടെ കീർത്തനം, താങ്കളുടെ പ്രകീർത്തി ഉയർത്തിക്കൊണ്ടേയിരിക്കും അല്ലാഹു. ഒരു മുസ്ലിം ജനിക്കുന്നത് മുതൽ ആ പ്രവാചകന്റെ വാഴ്ത്തുകൾ കേട്ടുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, മുസ്ലിമായ കുട്ടി ജനിച്ചാൽ അവൻ ആദ്യമായി കേൾക്കുന്നത് ബാങ്കൊലിയാണ്. പ്രവാചകന്റെ വാക്ക് കേട്ടിട്ടാണ്. അതിൽ ബാങ്കിൽ പ്രവാചകന്റെ വാക്ക് കേട്ടിട്ടാണ് ഒരു മുസ്ലിമായ കുട്ടി, ആൺകുട്ടിയും പെൺകുട്ടിയും ജനിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മുഴുവനും ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ, ദിക്റിലൂടെ, ഖുർആനിലൂടെ, സമ്മേളനങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ, ഇങ്ങോട്ടുള്ള വിമർശനങ്ങളിലൂടെ, പോസ്റ്ററുകളിലൂടെ, വഅലുകളിലൂടെ, ഖുത്ബകളിലൂടെ, ഓരോ ദിവസവും കഅബാലയത്തിൽ നടക്കുന്ന, ഓരോ സെക്കൻഡും നടക്കുന്ന തവാഫിലൂടെ പ്രവാചകൻ അള്ളാഹു പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കാൻ. ഇങ്ങനെ ലോകത്തൊരു വ്യക്തിയില്ല. അതുകൊണ്ടാ പ്രവാചകൻ ഏറ്റവും കൂടുതൽ വിമർശനം ഏൽക്കേണ്ടി വരുന്നത്. നബിനെ പോലെ, നബി മുടി വെട്ടിയ പോലെ ഞങ്ങൾ വെട്ടു എന്ന് പറയുന്ന ഒരു സമുദായം മുസ്ലിം സമുദായമുള്ളൂ. അങ്ങനെ ഒരു നേതാവ് നബിയുള്ളൂ. നബി കൈകൊടുത്ത പോലെ ഞങ്ങൾ കൈകൊടുക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരൊറ്റ സമുദായം മുസ്ലിം സമുദായമുള്ളൂ. അങ്ങനെ പിൻപറ്റപ്പെടുന്ന ഒരേ ഒരു വ്യക്തി അഷ്റഫുൽ ഖൽഖ് മാത്രമാണ്. അതുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞെന്നറിയോ? വിശ്വാസികളായ നമ്മൾ പറയാൻ, ഇന്നല്ലാഹ, സ്വലാത്തുമായി ബന്ധപ്പെട്ട് അത്ഭുതമാണ് ഈ ആയത്ത്. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും മലക്കുകളും പ്രവാചകന്റെ മേൽ കരുണ ചൊരിയുന്നു. അല്ലാഹു പ്രവാചകന് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മലക്കുകൾ പ്രവാചകന് അനുഗ്രഹത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു. അതുകൊണ്ട് വിശ്വാസികളെ, അല്ലാഹു പ്രവാചകന് ചെയ്തു കൊടുക്കുന്നത് പോലെ, മലക്കുകൾ പ്രവാചകന് ചെയ്തു കൊടുക്കുന്നത് പോലെ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ നമ്മളും സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നമ്മളും പ്രവാചകന്റെ മേൽ സ്വലാത്തു ചൊല്ലണം. കാരണം അല്ലാഹു പ്രവാചകന് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മലക്കുകൾ പ്രവാചകൻ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞാൽ അതുപോലെ നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. ഇത് അല്ലാഹു കൊടുക്കുന്ന ശ്രേഷ്ഠതയാണ്, പടച്ചോൻ കൊടുക്കുന്ന ശ്രേഷ്ഠതയാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ബാക്കി ഏത് നബിമാരെയും അല്ലാഹു പേരെടുത്തുകൊണ്ട് ആദരിച്ചിട്ടാണെങ്കിലും പേരെടുത്തുകൊണ്ടാണ് അല്ലാഹു വിളിക്കുന്നത്. യാ മൂസ, യാ ഈസ, യാ ദാവൂദ്, യാ ഇബ്രാഹിം. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഡസൻ കണക്കിന് ആയത്തുകൾ ഇതുപോലെ കാണാം. എന്നാൽ അല്ലാഹു യാ മുഹമ്മദ് എന്ന് പറയുന്ന ഒരൊറ്റ ആയത്ത് ഖുർആനിലില്ല. മറിച്ച് അവിടെ അല്ലാഹു യാ അയ്യുഹൽ മുസമ്മിൽ. എന്തേ അവിടെ അല്ലാഹു മുഹമ്മദേ എന്ന് പറഞ്ഞുകൂടെ? യാ അയ്യുഹൽ മുദ്ദസ്സിർ, മുഹമ്മദേ എന്ന് അല്ലാഹുക്ക് വിളിക്കാം. അല്ലാഹു വിളിച്ചില്ല. യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനായി,
അള്ളാഹുവിന്റെ റസൂലായി പേരുകൊണ്ട് പോലും നേർക്ക് നേരെ വിളിച്ചില്ല അല്ലാഹ്. അത്രയും സവിശേഷതയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ചിട്ട് ചെറിയൊരു വിഷയത്തിന് സഹാബാക്കൾ തമ്മിൽ സ്വാഭാവികമായി ന്യായമായ മതപരമായ ചെറിയൊരു തർക്കമുണ്ടായി. അല്ലാഹ് ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുമ്പോൾ ശബ്ദം ഉയരുന്നത് പോലെ നബിന്റെ മുന്നിൽ നിന്ന് ശബ്ദം ഉയരാൻ പാടില്ല. പ്രവാചകന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ സാധാരണ സംസാരിക്കുന്ന പോലെ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. ആദരവും ബഹുമാനവും ഉണ്ടാകണം. ചില പണ്ഡിതന്മാരെ ഇപ്പോഴും മദീനത്തെ പള്ളിയിൽ ആ ആയത്ത് പ്രകാരമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിറങ്ങിയ സ്ഥലമായതുകൊണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു പേരെടുത്ത് വിളിക്കാത്ത പ്രവാചകനാണ്, അള്ളാഹുവിന്റെ പേരിന്റെ കൂടെ ചേർത്ത് വിളിച്ച പ്രവാചകനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് അള്ളാഹു ഈ ദുനിയാവിൽ മാത്രമല്ല, നമ്മുടെ മരണശേഷം നമ്മൾ മരിച്ചു, നമ്മളെ മണ്ണോട് മണ്ണ് ചേർന്നു, ഖബറിലേക്ക് ഇറക്കി വെച്ചു. ഖബറിന്റെ രക്ഷശിക്ഷകൾ നമ്മുടെ ഈമാനിനനുസരിച്ച് അതിശക്തമായ ശിക്ഷയോ സ്വർഗത്തിലേക്കുള്ളൊരു കവാടമോ നമ്മൾ അനുഭവിച്ച് ജീവിക്കാൻ അവസാനം അന്ത്യനാളിന്റെ വിളിയാളമുണ്ടാകുന്നു. ഖുർആനിന്റെ വാക്ക്, വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. നമ്മളടക്കം മുഴുവനും ഖബറിൽ കിടക്കുന്ന മുഴുവൻ മനുഷ്യരും അല്ലാഹുവിങ്കലേക്ക് വെപ്രാളപ്പെട്ട് ധൃതിപ്പെട്ട് ഓടിപ്പോകും. ആ ഓടിപ്പോകുന്നതിനെ കുറിച്ച് ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ അർറഹ്മാൻ വസദഖൽ മുർസലൂൻ. ഖബറിൽ എഴുന്നേറ്റ് ഓടുന്നോലെ, പടച്ചോനെ അന്ത്യനാള് സത്യാണില്ലേ, ഖബർ ജീവിതം സത്യാണില്ലേ. ഞങ്ങൾ ദീനിയായിട്ട് ഖതീമാരും ആയത്തും ഹദീസും കേട്ടപ്പോ അങ്ങാടിത്തെ ചിലരെന്ന് പറഞ്ഞു, എടാ അങ്ങനെയൊന്നും ഇല്ലടാ, അതൊക്കെ ഞെട്ടിക്കാൻ വേണ്ടി പിരിവിട്ടാൻ വേണ്ടി നമ്മളെ നരകം പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി ഓല് പറയാനടാ, രാഷ്ട്രീയം പോലെ മറ്റൊരു ഏരിയാണടാ, മതവും ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരു ആയത്തോതാനടാ. അങ്ങനെ ഖബറും പരലോകമൊക്കെ ഉണ്ടെങ്കിൽ ഈ മലേഷ്യയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വിമാനത്തിലുള്ള ആൾക്കാർ ഏത് ഖബർ ജീവിതമാണടാ അനുഭവിക്കുന്നത്? ഈ നാട്ടിൽ നിന്ന് ബോഡി പോലും കിട്ടാത്തവർ ഏത് ഖബർ ജീവിതമാണ് അനുഭവിക്കുന്നത് എന്ന് ബുദ്ധിപരമാണ് എന്നാലോചിക്കുന്ന വിഡ്ഢിത്തം ചോദിച്ച ആളുകൾ അള്ളാഹിനോട് പറയാൻ, സ്വന്തം പറയാൻ, പടച്ചോനെ അള്ളയും റസൂലും പറഞ്ഞത് ശരിയായല്ലോ, പരലോകമുണ്ടല്ലോ, വിചാരണയുണ്ടല്ലോ, സ്വർഗമുണ്ടല്ലോ, നരകമുണ്ടല്ലോ, നന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ജീവിതത്തിൽ സംശുദ്ധിപ്പെടുത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും ഖബറിൽ നിന്ന് നെട്ടോട്ടമോടുന്ന ആ സന്ദർഭത്തെ മുൻനിർത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവ്വലു മൻ യൻഷഖു അൻഹു അൽ ഖബർ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഖബറിലായതിനു ശേഷം ഖബറിൽ നിന്ന് ആദ്യമായി അള്ളാഹു ഉയർത്തുക നമ്മുടെ നബിയെ ആയിരിക്കും. ഖബറിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. വിചാരണയ്ക്ക് വിധേയമാക്കി നരകത്തിന്റെ രണ്ട് ഭാഗങ്ങളിലേക്കായി സിറാത്ത് വയ്ക്കുന്നു. ഹദീസിൽ കാണാം, വയദ്രിബു സിറാത്ത് ബൈന ളഹ്റൈ അൽ ജഹന്നം. നരകത്തിന്റെ രണ്ട് പാർശ്വങ്ങളിലായിട്ടാണ് സിറാത്ത് പാലം അല്ലാഹു വെക്കുക. എന്നിട്ട് അല്ലാഹു അവനവൻ ഓരോരുത്തരും ചെയ്ത പുണ്യങ്ങൾക്കനുസരിച്ച് പ്രകാശം നൽകുന്നു. ചിലർ നടന്നു പോകുന്നതിനിടയിൽ താഴേക്ക് നരകത്തിലേക്ക് വീഴുന്നു. അമലുകൾ കുറഞ്ഞ ആളുകൾ വേച്ച് വേച്ച് കടന്നു പോകുന്നു. അമൽ സ്വാലിഹാത്തുകളും ജീവിതത്തിന്റെ പുണ്യങ്ങളും ചെയ്തവർ ഇടിവാളിന്റെ വേഗതയിൽ, പ്രകാശത്തിന്റെ വേഗതയിൽ മുറിച്ചു കടക്കുന്നു. അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മൻ യുജീസ്, ആദ്യമായി സിറാത്ത് പാലം മുറിച്ചു കടക്കുന്ന വ്യക്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. ആദ്യമായി സിറാത്ത് പാലം മുറിച്ചു കടക്കുന്ന സമൂഹം വ ഉമ്മത്തി, അൽഹംദുലില്ലാ, നമ്മളായിരിക്കും. അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞത് മരണത്തിന് ശേഷമുള്ള ഖബറിലും വിചാരണ രംഗത്തും സിറാത്തിന്റെ രംഗത്തും പ്രവാചകന് അല്ലാഹു നൽകിയ ശ്രേഷ്ഠതയാണ്. അന്ത്യനാൾ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഖബർ മുതൽ അനുഭവിക്കുക. അതിനുശേഷം കോടിക്കണക്കിന് മനുഷ്യരെ വിചാരണയ്ക്ക് വേണ്ടി ഒരേ സ്ഥലത്ത് മൈതാനത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടും. അല്ലാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യർ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന സമയം നമ്മൾ മദ്രസകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ വിചാരണ തുടങ്ങുന്നതിന് വേണ്ടിയാണ് അവിടെയുള്ള മുഴുവൻ മനുഷ്യരും മുൻപുള്ള മുഴുവൻ അമ്പിയാക്കന്മാരുടെയും മുന്നിലേക്ക് പോകുന്നത്. ഹദീസുകളിൽ കാണുന്നത്
മാ ജന്നാസു ബഅലുഹും ഇലാ ബഅൽ. മനുഷ്യന്മാർ അസ്വസ്ഥനാകും. പടച്ചോനെ എന്താ സംഭവിക്കാന്നറിയില്ല. വലത് കൈയിലാണോ ഇടത് കൈയിലാണോ ഗ്രന്ഥം ലഭിക്കാന്നറിയില്ല. ഫരീഖുൽ ജന്ന ഫരീഖുൽ സഈർ, നരകത്തിലേക്ക് പോകേണ്ടി വരുമോ സ്വർഗത്തിലേക്ക് പോകേണ്ടി വരുമോ എന്നറിയില്ല. അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണേണ്ടി വരുമോ, നരകത്തിന്റെ തീജ്വാലകളിൽ കിടന്ന് നിലവിളിക്കേണ്ടി വരുമോ എന്നറിയാതെ അസ്വസ്ഥനായി നിൽക്കുമ്പോ വിചാരണ കഴിഞ്ഞാലേത് അറിയുള്ളൂ. മനുഷ്യന്മാര് ആദ്യത്തെ നബിയായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമ മുതൽ നൂഹ് നബി മുതൽ താഴേക്ക് ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും പോയി വിചാരണക്ക് തുടങ്ങാൻ വേണ്ടി അവരോട് യാചിക്കുന്ന രംഗം ഹദീസുകളിൽ കാണാം. മനോഹരമാണ്, സുദീർഘമായ ഹദീസാണ്. ഫയഅതൂന ആദം ഫയഖൂലു ലഹു ഇശ്ഫഅ ലിദുർരിയതിക്. ആദം നബിയോട് നമ്മൾ പോയി പറയും, ബാപ്പാ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പടച്ചോണ്ടെന്ന് ശുപാർശ പറയൂ. എന്തിനറിയോ? വിചാരണ തുടങ്ങാൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് പറയുന്ന വാക്കുണ്ട്, ലസ്തു ലഹാ, എന്നെക്കൊണ്ട് കഴിയൂലടാ, എന്നെക്കൊണ്ട് കഴിയില്ല, എന്റെ വിഷയം അല്ല എന്താക്കി എന്നെനിക്കറിയില്ല. കഴിക്കണ്ട എന്ന് പറഞ്ഞത് കഴിച്ചത് പടച്ചോൻ പുറത്തു വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമല്ല. സഹോദരങ്ങളെ, ഓരോ നബിമാരുടെ അടുക്കലേക്ക് പോകുമ്പോഴും ഹദീസിൽ കാണാം, നമ്മൾ പറയും ഇബ്രാഹിം നബിന്റെ അടുക്കലേക്ക് അൻത ഖലീലുല്ലാഹ്, ഇബ്രാഹിം താങ്കൾ ഖലീലുള്ളയല്ലേ? മൂസ അൻത കലീമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ വചനമല്ലേ? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് നമ്മൾ പറയാൻ അൻത റൂഹുല്ലാഹ് വ കലാം, അള്ളാഹുവിന്റെ റൂഹല്ലേ, റൂഹുള്ളയല്ലേ? നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ? ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ ഭയചകിതനായി നിൽക്കുമ്പോഴാണ് അവസാനമായി നമ്മൾ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കും, സുദീർഘമായി സുജൂദിൽ കിടക്കും, പ്രാർത്ഥനകൾ ഉരുവിടും. ആ പ്രാർത്ഥനയുടെ അവസാനം യാ മുഹമ്മദ്, അള്ളാഹുവിന്റെ വിളിയാളമുണ്ടാകും. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെയാണ് അല്ലാഹു വിളിക്കുന്നത്. യാ മുഹമ്മദ് ഇർഫഅ റഅസക്, തല ഉയർത്തിക്കോ, പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വഖുൽ യസ്മഅ, നീ പറയൂ ഞാൻ കേൾക്കാം. ലക്, നീ എന്താണോ എന്നോട് പറയുന്നത് അത് കേൾക്കാനും. വസ്അൽ തുഅതി, ഞാൻ നീ ചോദിക്കും നൽകാനുമുണ്ട്. വശ്ഫഅ തശഫഅ, നീ എന്തെങ്കിലും ശുപാർശ പറഞ്ഞാൽ അത് ഞാൻ സ്വീകരിക്കുകയും ചെയ്യും. അവിടെ വെച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തി അല്ലാഹ് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? എന്താണ് മുഹമ്മദ് താങ്കൾക്ക് വേണ്ടത്? ആദ്യമായി അല്ലാഹു പ്രവാചകന്റെ പേര് വിളിക്കാൻ എന്താണ് വേണ്ടത്? അവിടെ നബി പറയുന്ന വാക്കെന്താ അറിയോ? ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായത്തെ നീ രക്ഷപ്പെടുത്തേണമേ, ഈ മനുഷ്യരെ മുഴുവൻ നീ വിചാരണക്കെടുക്കണമേ. പ്രവാചകന്റെ ശുപാർശ കൊണ്ടാണ് വിചാരണ തുടങ്ങുന്നത്. പ്രവാചകന്റെ ശുപാർശ കൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പ്രഖ്യാപിച്ചത്. എന്തെന്നറിയോ? ഫമൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ, തൗഹീദിന്റെ ഈമാനിന്റെ ഒരു കടുകുമണി ഹൃദയത്തിലുള്ളവനെ അല്ലാഹു ശാശ്വതമായി നരകത്തിലിടുകയില്ല, അവന്റെ ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് അല്ലാഹ് തീരുമാനിച്ചത് പ്രവാചകന്റെ അശ്ശഫാഅത്തുൽ ഉളുമ, ലോകത്തേറ്റവും പവിത്രമായ ശുപാർശയുടെ ഫലമായിട്ടാണ്. വിചാരണ തുടങ്ങുന്നത്, ആളുകളെ വേർതിരിക്കാൻ ആരംഭിക്കുന്നത്, സ്വർഗനരകങ്ങളുടെ മാനദണ്ഡങ്ങൾ അല്ലാഹ് തീരുമാനിക്കുന്നത്, നരകവാസികളെ ശാശ്വതമാക്കാത്തത് പടച്ചോൻ തീരുമാനിക്കുന്നത്, ചെറിയ ചെറിയ പാപങ്ങൾ പുറത്തു കൊടുത്ത് ചിലരെയെല്ലാം സ്വർഗത്തിലേക്കാക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത ഫളിന്റെ ഭാഗമായി നടത്തുന്ന അശ്ശഫാഅത്തുൽ ഉളുമയാണ്. ഇത് അല്ലാഹു പ്രവാചകന് കൊടുത്തതാണ്. ഇത് പരലോകത്ത് വെച്ച് പ്രവാചകൻ അല്ലാഹുവിന്റെ മുന്നിൽ താണുകേണ് അല്ലാഹുവിനോട് യാചിക്കുന്ന രംഗം നമ്മൾക്ക് പറഞ്ഞത് പ്രവാചകൻ അത്രമേൽ ശ്രേഷ്ഠനാണ് എന്നതുകൊണ്ടാണ്. സഹോദരങ്ങളെ, ലോകത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾക്കൊന്ന് സ്വർഗത്തിൽ പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, ഈ ദുനിയാവിലെ കഷ്ടതകളും ഈ ദുനിയാവിലെ പ്രയാസങ്ങളും കുത്തുവാക്കൾ കേട്ടാലും പടച്ചോനെ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, എന്നാലും നീ സ്വർഗം നൽകണം. നരകം സഹിക്കാൻ വയ്യ എങ്കിൽ അവിടെയും അല്ലാഹു പ്രവാചകനെ ആദരിച്ച രംഗെന്തറിയോ? അന അക്സറുൽ അംബിയാ തബിഅൻ യൗമൽ ഖിയാമ വഅന അവ്വലു മൻ യഖറഉ ബാബുൽ ജന്ന.
സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി മുട്ടാൻ അല്ലാഹു അനുവാദം നൽകുന്നതും ആ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കാൻ അല്ലാഹു അനുവാദം നൽകുന്നതും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരിക്കും. വളരെ മനോഹരമാണ് നബി പറഞ്ഞ വാക്ക്. അല്ലാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്തതാണ്. നബി പറയാൻ, വിചാരണ കഴിഞ്ഞു, ഞാൻ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നു. ഫയഖൂലു അൽ ഖാസിൻ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ഞാൻ അതിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ചോദിക്കും, മൻ അൻത്, ആരാണ് താങ്കൾ? മുഹമ്മദ് നബി പറയാൻ, സ്വർഗത്തിലെ കവാടം ഞാൻ മുട്ടുമ്പോ സ്വർഗത്തെ കാക്കുന്ന മലക്ക് എന്നോട് ചോദിക്കും, മൻ അൻത്, ആരാണ് താങ്കൾ? ഫഅഖൂൽ, അപ്പോൾ ഞാൻ പറയും, അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. ഫയഖൂൽ, സ്വർഗത്തിന്റെ കാവൽക്കാരനായി അല്ലാഹു നിശ്ചയിച്ച മലക്ക് പറയും, ബിക ഉമിർതു ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക്, ഞാൻ താങ്കൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. താങ്കളുടെ മുമ്പായി സ്വർഗത്തിന്റെ കവാടം മറ്റൊരാൾക്കും തുറന്നു കൊടുക്കരുത് എന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്, എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിന്റെ കവാടം ആദ്യമായി മുട്ടുകയും ആ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുകയും ചെയ്യുവാൻ അല്ലാഹു അനുവാദം കൊടുത്ത, ശ്രേഷ്ഠത കൊടുത്ത ലോകത്തേറ്റവും ഖൈറുൽ ബശർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് പ്രവാചകനെ നമ്മൾക്ക് അല്ല കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ കുടുംബത്തെക്കാളും നമ്മൾക്ക് പ്രിയപ്പെട്ടതാകാൻ കാരണം. ഒറ്റ വാക്കുകൂടി പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടേ, പരലോകത്ത് അള്ളാഹു ഓരോ പ്രവാചകന്മാർക്കും വ്യത്യസ്തമായ ദറജകൾ കൊടുക്കുമ്പോ ആ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് അള്ളാഹു നൽകുന്ന മഹനീയമായൊരു ശ്രേഷ്ഠതയുണ്ട്. അതെന്താണ്? ഇന്നാ അഅ്തൈനാകൽ കൗസർ, കൗസർ എനിക്കാണ് അള്ളാഹു നൽകിയത്. അഥവാ ഇന്നി ഫറത്തുക്കും അലൽ ഹൗൽ, ഹൗലിൽ കൗസറിന്റെ വക്കത്ത് ഞാൻ ഇരിക്കും. മൻ മർറ അലയ്യ ശുരിബ, ആർക്കാണോ എന്റെ അടുക്കലേക്ക് വന്ന് ഹൗലിൽ കൗസറിലെ വെള്ളം കുടിക്കാൻ തൗഫീഖ് കിട്ടുന്നത്, വമൻ ശരിബ ലം യൽമ അബദൻ, ആ വെള്ളം കുടിക്കുന്നതോടുകൂടി അവനിനി ദാഹമില്ല, അവന് സ്വർഗ്ഗം ഉറപ്പായി. ഹൗലിൽ കൗസറിലെ വെള്ളം കൊടുക്കാൻ സത്യവിശ്വാസികളായി സ്വർഗവാസികളായി പ്രവേശിക്കുന്ന ആളുകൾക്ക് ആ വെള്ളം കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ച ലോകത്തെ അഷ്റഫുൽ ഖൽഖാണ് നമ്മുടെ നബി എന്നും ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ എന്നും ആ പ്രവാചകനെ നമ്മൾ നമ്മളെക്കാളും സ്നേഹിക്കണമെന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഉപ്പയെ ഒരാൾ ചീത്ത പറഞ്ഞാൽ, നമ്മുടെ ഉമ്മയെ ഒരാൾ ചീത്ത പറഞ്ഞാൽ, നമ്മുടെ ജേഷ്ഠനെ ഒരാൾ ചീത്ത പറഞ്ഞാൽ, ഇല്ലാത്ത ആരോപണം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വിഷമിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അവനോട് തിരിച്ചു വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ, നീ അങ്ങനെ പറയരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കളെക്കാൾ അപ്പുറം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ നബിയെ ഒരാൾ കുറ്റം പറയുന്നുവെങ്കിൽ, ആക്ഷേപിക്കുന്നുവെങ്കിൽ, അയാൾ അപമാനിക്കുന്നുവെങ്കിൽ, അങ്ങനെ പറയരുത് സഹോദര എന്നെങ്കിലും പറയാൻ കഴിയുന്നൊരു ഈമാൻ നമ്മൾക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ് സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അബൂജഹൽ ഒരു വെല്ലുവിളിക്കുന്നുണ്ട്. അള്ളാഹനെ അബൂജഹൽ വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളി ഇങ്ങനെയാണ്, വൈദ് ഖാലു, അവര് പറഞ്ഞു, സത്യനിഷേധികൾ അതിലൊന്നാമത്തെ നേതാവായ അബൂജഹൽ പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്, അല്ലാഹുവേ നിങ്ങൾ ഈ പറയുന്നത് മുഹമ്മദിലൂടെ ഈ പറയുന്ന കാര്യമൊക്കെ സത്യാണെങ്കിൽ, മിൻ ഇൻദിക്, അല്ലാഹുവിൽ നിന്നുള്ള കാര്യം സത്യാണെങ്കിൽ, ഫംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ ഔ തീനാ ബിഅദാബിൻ അലീം, മുഹമ്മദ് പറഞ്ഞാണ് സത്യമെങ്കിൽ ആകാശത്ത് നിന്ന് കല്ലിന്റെ മഴ ഞങ്ങളുടെ മേൽ പെയ്യിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായി ശിക്ഷിച്ചോട്ടെ. അള്ളാനെ വെല്ലുവിളിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നൊരു വാചകമുണ്ട്.
എന്താണ് പ്രവാചകനെ അള്ളാഹു കാണുന്ന ശ്രേഷ്ഠത നമ്മൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയാനാണ്. അള്ളാഹുവിന് അബൂജഹലിന്റെ ആ വെല്ലുവിളിക്ക് ശിക്ഷിക്കാം, അതിശക്തമായി ശിക്ഷിക്കാം. പക്ഷെ അള്ളാഹുവിന്റെ വാക്കെന്താ അറിയോ? വമാ കാനല്ലാഹു ലയുഅദ്ദിബഹും വഅൻത ഫീഹിം. മുഹമ്മദ് നബി, താങ്കൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കെ ഞാൻ ഒരാളെയും ശിക്ഷിക്കുകയില്ല. എന്താന്ന് പറഞ്ഞ മനസ്സിലായോ ഞങ്ങളെ? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു, ഓരോ സമുദായത്തിലെ തമ്മാടികളെയും അള്ളാഹു ആ നബിമാർ ജീവിച്ചിരിക്കെ മഴയിലൂടെ, കൊടുങ്കാറ്റിലൂടെ, രോഗത്തിലൂടെ, ഭൂമികുലുക്കത്തിലൂടെ നശിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലെ ധിക്കാരികളെയും തോന്നിവാസികളെയും അള്ളാഹു നശിപ്പിച്ചില്ല. എന്തുകൊണ്ട് നരസങ്ങളെ? നബിയെ, താങ്കൾ അവരുടെ കൂടെയില്ലേ? താങ്കൾ ഉണ്ടായിരിക്കെ ഞാൻ ഒരാളെയും മറ്റുള്ള സമുദായത്തെ നശിപ്പിച്ച പോലെ ഞാൻ നശിപ്പിക്കൂല. ആ നബിന്റെ അനുയായികളാണ് നമ്മള്, ആ നബിയുടെ അനുയായികൾ. നമ്മളെ ഈ ഹദീസ്, ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, നമ്മൾ പിൻപറ്റേണ്ടതല്ല, പക്ഷെ നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, ഒരു സംഭവമുണ്ട്. ഒരു മുസ്ലിമായ വ്യക്തി, ഖുർആനും ഒക്കെ പഠിച്ച വ്യക്തിയാണ്, പക്ഷെ താൻ തോന്നിയായിട്ടാണ് നബിന്റെ കാലത്ത് ജീവിച്ച്. നിസ്കരിക്കൂല, ദീനിയായിട്ടൊന്നും ജീവിക്കൂല, ഖുർആനൊക്കെ അറിയാം, മുസ്ലിമാണ്. നബി മരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം അദ്ദേഹം നന്നായി. അപ്പൊ സഹാബാക്കൾ മുഴുവൻ അദ്ദേഹത്തോട് ചോദിച്ചു, എടാ, ഇപ്പൊ നന്നായത് നബിന്റെ കാലത്ത് നന്നായിരുന്നെങ്കിൽ എത്ര ഹൈറായിരുന്നു, നബിക്ക് എന്ത് സന്തോഷം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയും നമ്മളെ? ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ഇതുവരെ ഞാൻ താൻ തോന്നിയായി ജീവിച്ചു, ഇനി എനിക്ക് താൻ തോന്നിയായിട്ട് ജീവിക്കാൻ പേടിയാണ്. കാരണം അള്ളാഹ് പറഞ്ഞു, മുഹമ്മദ് നബി ഉണ്ടായിരിക്കെ ഞാനൊരു സമുദായത്തെ നശിപ്പിക്കൂല. അതുകൊണ്ടാണ് നബി ഉണ്ടായിരിക്കെ ഞാൻ താൻ തോന്നിയായിട്ട് ജീവിച്ച്. ഇപ്പൊ നബി മരിച്ചുപോയി, എനിക്കിനി അള്ളാന്റെ ഒക്കെ ശിക്ഷ ഉണ്ടാവുന്ന പേടിയാണ്, അതുകൊണ്ട് ഞാൻ നന്നാകുകയാണ്. മുസ്ലിമായൊരു വ്യക്തിന്റെ മറുപടിയാണ് സഹോദരങ്ങളെ, യുവാക്കളും എല്ലാവരും അടക്കം നമ്മൾ കേൾക്കാനുള്ളത്. എന്തിനാണ് പ്രവാചകന്റെ ഈ സവിശേഷത നമ്മൾ പറഞ്ഞതെന്നറിയോ? ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നബി ആരാണ്, നബിക്ക് അല്ലാഹ് കൊടുത്ത നമ്മൾക്കുണ്ടാകേണ്ട സവിശേഷത അറിയാനും. രണ്ട്, ആ നബിയാണ് നമ്മൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പം ആ നബിയാണ് നമ്മളോട് സുബഹിക്ക് വരണമെന്ന് പറയുന്നത്. ആ പ്രവാചകനാണ് കഴിവിന്റെ പരമാവധി ജമാഅത്ത് നിസ്കാരത്തിന് പങ്കെടുക്കണമെന്ന് പറയണത്. ആ നബിയാണ് നമ്മളോട് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറയണത്. ആ പ്രവാചകനാണ് കഴിവിന്റെ പരമാവധി ഹറാമുമായ സമ്പത്തായിട്ട് നിങ്ങൾ ബന്ധപ്പെടരുത് എന്ന് പറയണത്. ആ പ്രവാചകനാണ് ഇങ്ങോട്ട് എന്ത് ചെയ്താലും ബാപ്പാനോടും ഉമ്മാനോടും മാന്യായിട്ട് പെരുമാറണമെന്ന് പറയുന്നത്. ആ നബിയാണ് നമ്മളോട്, മനുഷ്യന്മാരോട് വെറുപ്പുണ്ടാക്കുന്ന, കച്ചറുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടാകരുതെന്ന് പറയണത്. ഇതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞതൊക്കെ ആരാണ് സഹോദരിമാരെ? ആ നബിയാണ് ഇസ്ലാമികമായ മുഖവും മുൻകൈയൊഴികെ ബാക്കി ഭാഗം മറക്കണം. ആ നബിയാ പറഞ്ഞത്. ഏത് നബി എന്നറിയോ? പരലോകത്ത് നമ്മക്ക് വേണ്ടി അല്ലാഹുവേ എന്റെ ഉമ്മത്തിനെ നീ സംരക്ഷിക്കണമേ എന്ന് നമ്മക്ക് വേണ്ടി ജീവിച്ചവർ, നമ്മൾക്ക് വേണ്ടി അല്ലാഹുവിനോട് യാചിച്ച നബി, നമ്മൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച നബി, നമ്മൾക്ക് വേണ്ടി ഹൗദുൽ കൗസറിൽ കാത്തിരിക്കുന്ന നബി, നമ്മൾക്ക് വേണ്ടി പടച്ചവനോട് നാഥ എന്റെ സമുദായത്തെ നീ പ്രത്യേകമായി പരിഗണിക്കണമേ, അവരുടെ ഹൃദയത്തിൽ മിസ്കാലു ദർറത്തിന്റെ ഈമാനുണ്ടെങ്കിൽ അവർ ചെയ്ത പാപം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കണമേ എന്ന് നമ്മക്ക് വേണ്ടി യാചിക്കുന്ന ഒരു നബിയാണ് സഹോദരങ്ങളെ നമ്മളോട് എഴുന്നേറ്റ് പള്ളിക്ക് വരാൻ വേണ്ടി പറയുന്നത്. ആ നബി മോശക്കാരനാണ് എന്ന് പറയുന്നവരാണ് നിസ്കരിച്ചിട്ട് എന്താണടാ കാര്യം എന്ന് അങ്ങാടിയിൽ വന്നിട്ട് പറയുന്നത്. നമ്മൾ ആരെ കൂടെയാ നിൽക്കുന്നത്? നമ്മൾ ആരെ കൂടെയാ നിൽക്കുന്നത്? സഹോദരിമാരെ, ആ നബിയാണ് മുഖവും മുൻകൈയൊഴികെ ബാക്കി ഭാഗം മറക്കണമെന്ന് പറയുമ്പം ഔറത്ത് മറച്ചിട്ടെന്താ, മനസ്സ് മാത്രം നന്നായാൽ പോരെ എന്ന് പറയുന്നത്. നബി സ്ത്രീലമ്പടനാണ് എന്ന് പറയുന്നവരാണ്. ആരുടെ കൂടെയാണ് പെൺകുട്ടികളെ നമ്മൾ നിൽക്കുന്നത്? നമ്മുടെ ഹൃദയത്തോട് ചോദിച്ചു നോക്കുക. ആൺകുട്ടികളെ, ആ നബിയാണ് പൊടിയായി, ലിക്വിഡായി, സിറിഞ്ചായി, സ്റ്റിക്കറായി ഒരു ലഹരി പോലും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. എന്നാൽ ആ നബി കാമഭ്രാന്തനാണ് എന്ന് പറയുന്നവരാണ്. എന്താണടാ ഹാൻഡ്സ് ഉപയോഗിച്ചാൽ, എന്താണടാ പൊടി ഉപയോഗിച്ചാൽ നാണത്തം വീണ്ടെടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് പറയുന്നത് നബിനെത്തെറി പറയുന്നവരാണ്. നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഇതാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത്. ഇതാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത്. ആ നബിയാണ്
സമ്പത്തിൽ ഹറാമ് വരരുത് എന്ന് പറഞ്ഞത് ആ നബിയെ കുറ്റം പറയുന്നവരാണ്. 2024 അന്ന് നബി പറഞ്ഞു എന്ന് നമ്മൾ ഉദ്ധരിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കുന്നത് സഹോദരങ്ങളെ, ലോകത്തേറ്റവും ഉത്കൃഷ്ടനായ, അള്ളാഹു പോലും പേരെടുത്ത് നേർക്ക് നേരെ വിളിക്കാത്ത, അള്ളാഹു പോലും സത്യം ചെയ്ത, പരിശുദ്ധ ഖുർആനിൽ ഡസൻ കണക്കിന് നൂറുകണക്കിന് ആയത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ ഖാത്തമുൻ നബിയായ അവസാനത്തെ പ്രവാചകനായ, ഖബറിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുന്ന, സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന, സിറാത്ത് പാലം മുറിച്ചു കിടക്കുന്ന, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രവാചകന്റെ അനുയായികളാകാൻ ജീവിതം കൊണ്ട് നമ്മൾ തയ്യാറെടുക്കണം. ഹൃദയം കൊണ്ട് പറയണം, അള്ളാഹു കഴിഞ്ഞാൽ എനിക്ക് ലോകത്തെന്നെക്കാളും ഇഷ്ടം ആ നബിയെയാണ്. ജീവിതം കൊണ്ട് മാതൃകയാക്കുക. നബിയെ വിമർശിക്കുന്ന ആളുകൾ ഇട്ടുതരുന്ന പുൽനാമ്പുകളിൽ, അവർ ഇട്ടുതരുന്ന ഏതെങ്കിലും വിഷവള്ളികളിൽ പിടിച്ച് നബിയെ കുറ്റം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാകരുത്. നബി ജീവിതത്തിന്റെ മാതൃകയായി മാറണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാള നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, പ്രവാചകനെ ജീവനേക്കാളധികം സ്നേഹിക്കുകയും ആ പ്രവാചകന്റെ വാക്കുകളെ ജീവിതത്തിൽ അതുപോലെ പിൻപറ്റുകയും ആ പ്രവാചകന്റെ അശ്ശഫാഅത്തുൽ ഉദമ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ നാഥ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്ത് എന്തൊക്കെ വിമർശനങ്ങൾ ഞങ്ങളുടെ നബിയെ പറ്റി വന്നാലും ആ പ്രവാചകന്റെ അനുയായികളായി ജീവിക്കുന്നതിൽ അഭിമാനവും അന്തസ്സുമുള്ള മുസ്ലിമീങ്ങളാക്കി നാഥ നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് നാഥ. ഒരുപാട് അബദ്ധങ്ങൾ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട് നാഥ. കാരുണ്യവാനായ നാഥ, റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ നീ ഞങ്ങൾക്കതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും വിവാഹപരമായും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ മാർഗത്തിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ മാർഗത്തിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെയും കുടുംബജീവിതം സന്തോഷഭരിതമാക്കി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കട്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, രോഗികളായ ഒരുപാട് ആളുകൾ, പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, വിദേശങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ നാഥ എല്ലാവരുടെ ജീവിതത്തിലും ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.